രാഷ്ട്രീയ നിരീക്ഷകൻ എൻ പി ചേക്കുട്ടി കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ എൻ പി ചേക്കുട്ടി, സെക്രട്ടറിയേറ്റിന് മുന്നിൽ ആശാ പ്രവർത്തകർ അവർ നടത്തുന്ന സമരം നമ്മൾ കണ്ടതാണ്. 265 ദിവസം പിന്നിട്ടിരിക്കുകയാണ് സമരം. ഈ പ്രതിജ്ഞാ സമരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്നു. തുടർന്ന് അദ്ദേഹം അവിടെ നിന്ന് മാറിയ ശേഷം പ്രതിപക്ഷ നേതാവ് എത്തുന്നു. അതിനുശേഷം പ്രതിപക്ഷ നേതാവ് പരിപാടി ഉദ്ഘാടനം ചെയ്ത് പോയ ശേഷം മാത്രമാണ് രാഹുൽ തിരിച്ചെത്തുന്നത്. ഇത് വളരെ വലിയൊരു വിവാദമായിരിക്കുകയാണ്. കാരണം കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിന് ഒരു നീരസമുണ്ട് എന്ന രീതിയിലാണ് വാർത്തകൾ വരുന്നത്. എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? അതൊക്കെ അവരുടെ ഇടയിലുള്ള വളരെ വ്യക്തിഗതമായിട്ടുള്ള വിഷയങ്ങളും കാര്യങ്ങളുമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം നിലപാടെടുത്തിരുന്നു. അതിനുശേഷം രാഹുലിനെ സംബന്ധിച്ചിടത്തോളം വന്നിരിക്കുന്ന ഒരു വിഷയം ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കപ്പെടുക എന്നല്ലാണ്ട് ഒരു കേസും പൊതുസമൂഹത്തിന്റെ മധ്യത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പം ആരോപണങ്ങൾ ഉന്നയിച്ചാൽ മാത്രം പോരാ, അതിനകത്ത് ആളുകൾ നീതി പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നടപടികളിലേക്ക് പോകണം. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ പൂർണ്ണമായിട്ടും രാഷ്ട്രീയ സാമൂഹിക മണ്ഡലത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളത് പ്രായോഗികതല്ലാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അദ്ദേഹം വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പ്രത്യേകിച്ച് എന്തെങ്കിലും വിഷയമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പ്രതിപക്ഷ നേതാവ് നേരത്തെ നിലപാടെടുത്തതുകൊണ്ട് അദ്ദേഹം മാറി നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു വിഷയമായിട്ട് ഞാൻ കാണുന്നില്ല. പ്രവർത്തകരുടെ സമരം നമ്മൾ കണ്ടതാണ്. 265 ദിവസം പിന്നിട്ടൊരു സമരമാണ്. അതൊരു അവരുടെ ആവശ്യങ്ങൾ പക്ഷേ അത് പൂർണ്ണമായിട്ട് നിറവേറ്റിയിട്ടില്ല എന്നുള്ളൊരു സങ്കടം അവിടെ നിലനിൽക്കുകയാണ്. അവർ സമരം മറ്റൊരു രീതിയിലേക്ക് നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സർക്കാർ ഇതുവരെയും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കൊടുത്തില്ല എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. തെരഞ്ഞെടുപ്പൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് വേണ്ടിയുള്ള ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടിന്റെ ഭാഗമായിട്ട് മാത്രം 1000 രൂപ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അത് പക്ഷേ അവർക്കൊന്നുമല്ല. ഇത്തരം കാര്യങ്ങൾ നമുക്കിപ്പോ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഒരുപാട് പരാതികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ആശാ പ്രവർത്തകര് മാസങ്ങളായിട്ട് സമരം നടത്തിയിട്ടുണ്ട്. പക്ഷെ അവർക്ക് കിട്ടിയ തുകയെ സംബന്ധിച്ചിടത്തോളം അത് സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. ബാക്കി തീർച്ചയായും അവരുടെ പരാതികൾക്ക് പരിഹാരമായിട്ടില്ല. പക്ഷേ എല്ലാ പരാതികൾക്കും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, രാഷ്ട്രീയ ജീവിതത്തിൽ അങ്ങനെ പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ഈ നാട്ടിലുണ്ട്. പല ആളുകൾക്കും തീരെ പെൻഷൻ കിട്ടാത്ത വിഭാഗങ്ങളുണ്ട്. പല നമ്മുടെ സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം, ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളം പലവിധ പരാധീനതകളുണ്ട്. അതിനിടയിൽ അവർക്ക് പരിമിതമായിട്ടാണെങ്കിലും ചില എമൗണ്ട് കിട്ടി. അതുകൊണ്ട് അവർ ജില്ലാ തലത്തിലേക്ക് സമരം മാറ്റുന്നു. അത് അവരുടെ തീരുമാനമാണ്. നമ്മളതിനകത്ത് പ്രത്യേകിച്ച് ഒന്ന് അഭിപ്രായം പറയാനാ. എനിക്ക് ആ തീരുമാനത്തിനോട് യോജിപ്പില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് തന്നെ എല്ലാ കാലവും സമരമായിട്ട് മുമ്പോട്ട് പോകാൻ കഴിയില്ല. അവർക്ക് കുടുംബങ്ങളുള്ളതാണ്, കുട്ടികളുള്ളതാണ്. അതുകൊണ്ട് ജില്ലാ തലത്തിലേക്ക് അവർ സമരം മാറ്റുന്നു. അവരുടെ ആവശ്യങ്ങൾ അവർ മുന്നോട്ട് കൊണ്ടുപോകും. സർക്കാർ ഒരു പരിധി വരെ അത് അംഗീകരിച്ചിട്ടുണ്ട്. അത് സാധാരണമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ശരി, വളരെ നന്ദിയുണ്ട് ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.